വാനിൽ കാർമേഘത്തിൻ ശരമാല തൂവെള്ള തൂവുന്നു ശസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല ചന്ദനത്തിൻ കുളിരു പോലെ അന്തരങ്കിൽ രാഗം പോലെ അലകടലൊളിയോരം പോരും സ്നേഹപ്പൊന്നാരപ്പൂർണേന്തോ തൂവെള്ള തൂവുന്നു ശസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല മോഹത്തിൻ രാജഹംസങ്ങൾ ചേരുന്നു സങ്കൽപ്പമായി കാലത്തിൻ നല്ല വസന്തം ആസ്വദിക്കും യൗവനം ഗീതം പോലെ സംഗീതം പോലെ മധുരം പോലെ അമൃതം പോലെ അലകടലൊളിയോരം പോരും സ്നേഹപ്പൊന്നാരപ്പൂർണേന്തോ തൂവെള്ള തൂവുന്നു ശസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല ഈശ്വര കരാഗ്രേ വസ്തേ ലക്ഷ്മീ കരമധ്യേ സരസ്വതീ കരന്തേ ഗോവിന്ദ പാദേ കരദർശനം പുണ്യം സമുദ്രവസനേ ദേവീ പർവതസ്ഥനമണ്ഡിതേ വിഷ്ണുദഗ്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്മി ഭഗവാനേ. ഗുരുവായൂരപ്പ അതിരാവിലെ എണീറ്റ് എവിടെ പോയതാ? അങ്ങനെ പതിവില്ലല്ലോ. ഈശ്വര എന്താ ഈ കാണിച്ച് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അർദ്ധരാത്രിക്ക് തുടങ്ങിയ മഴയാ, കിടന്നിട്ട് പറ്റിയില്ല. മാവ് പൂക്കണ കാലമല്ലേ, പുലർച്ചയ്ക്ക് എന്നെ പറമ്പില്. അതാ ഇപ്പൊ കാര്യം. മഴ കൊണ്ട് എന്തെങ്കിലും ദണ്ണം പിടിച്ചാ ഇപ്പോഴും. എന്താ സംശയം? ബാരിസ്റ്റർക്ക് ഇപ്പോഴും യൗവനമാ. അതെ, ഞാനിപ്പൊ കാപ്പി ഉണ്ടാക്കി വരാം. ഓ, അകിട് കണ്ടില്ലേ? പാല് കുറവാ. ക്രാവിന് കുടിക്കാൻ കൂടി ഉണ്ടാവില്ല. 2 കാപ്പിക്കുള്ളത് കറന്നാ മതി. അതാണല്ലോ പതിവ്. എന്താന്നറിയില്ല, ഇവക്കൊരു വല്ലായ്മ. തീറ്റയുടെ കുറവാകൂ? ഏയ്, അതാവില്ല. പയ്യനും പ്രായമായില്ലേ? അത് സത്യമാ. പ്രായമാവുമ്പോ
ആ, ഓർമ്മയുണ്ടോ? ഗോവിന്ദനെ പ്രസവിച്ചപ്പോ തനിക്കും പ്രായം. അതാ കാര്യം. വൈകിയായാലും ദേവര് എന്ന കുട്ടിയാത്. അതിന്റെ നാവ് ഒരു നേരമെങ്കിലും നനയ്ക്കാൻ എനിക്ക് കഴിഞ്ഞൂലോ. അത് തന്നെ ഭാഗ്യ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് നിശ്ചയമില്ലാതായി. ആ, ഇത്ര വൈകിട്ടും കമലത്തെ കാണാത്ത എന്താന്നാ? അതെങ്ങനെ? പച്ചമടലിന് പോയാൽ 16 അടിയന്തരത്തിന് വരുന്ന പ്രകൃതമാണ്. പുലർച്ചയ്ക്ക് വീട്ടുപണികളൊക്കെ തീർത്തിട്ട് വേണ്ടേ ഇവിടേക്ക് എത്താൻ? രണ്ടും പെൺകുട്ടികളാച്ചാലും ഒന്നിനും ഒന്നും നിശ്ചയില്ലെന്നാ അവള് പറയാ. ആരുടെയാ കുറ്റം? അവള് വരണത് എനിക്കൊരാശ്വാസാ. ഈശ്വര, പാല് മുഴുവനും. ഓ, സാരമില്ല, അഗ്നിക്കല്ലേ. ഇനി വെടിപ്പായിട്ട് കട്ടൻ കാപ്പി ഇടാം. ഇവിടൊക്കെ ഒന്നു മതി. ഒരു ഗ്ലാസ്, ഒരു കിണ്ണം, ഒരു കിടക്ക, ഒന്നായി മാത്രം. അത് കിടക്കയിലേക്കായാലും ശ്മശാനത്തിലേക്കായാലും. ഞാനേ മനക്കലെ കുഞ്ഞാത്തോല് മനക്കലെ നമ്പൂരിയുടെ എച്ചിലയില് ചോറുണ്ടെന്ന് കേട്ടപ്പോ അയ്യേന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ എനിക്ക് മനസ്സിലാവും അതെന്താന്ന്. എച്ചിലും മറ്റും ഒന്നുമില്ലാന്ന്. ശരീരവും മനസ്സും ഒന്നായ ഭാര്യ, ഭർത്താവ് എന്നുള്ള തരംതിരിവ് തന്നെ ശരിയല്ല. അർത്ഥനാരീശ്വരൻ, അതാണ് ശരി. സത്യം. കുളി കഴിഞ്ഞ് രാസ്നാദി തിരുമയില്ല. ഇവിടെ ഇരിക്കൂ. ഒരു റമ്മി തുടങ്ങി. രാവും പകലും ഈ ഒരൊറ്റ വിചാരേ ഉള്ളൂ. എന്താ പറഞ്ഞ്? 28 അതോ? രണ്ടും അല്ല. അപ്പൊ റമ്മി. അതെ അതെ. ഇങ്ങനെയുണ്ടോ ഒരു കളി ഇത്ര പ്രായമായിട്ടും? തനിക്കറിയില്ലേ, ഈ പ്രായം വരെ ഞാൻ ഒരു കളിയും കളിച്ചിട്ടില്ല. കളിക്കാവുന്ന കാലം യൗവനം, പണം, ഇത്തിരി പേരും പ്രശസ്തിയും, ബാരിസ്റ്റർ. ഒരുപക്ഷെ കേരളത്തിലെ ഒടുക്കത്തെ ബാരിസ്റ്റർ. ഇന്നർ ടെമ്പിളിൽ, അതെ, സാക്ഷാൽ മഹാത്മാഗാന്ധി ഇരുന്ന ബെഞ്ചിൽ. ഇപ്പോ ഒരു പണിയില്ല. ഇത് വേറൊന്ന് വാങ്ങണം. എന്തിന്? ഈ വർത്തമാനം കേൾക്കാൻ എനിക്ക് യന്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചുണ്ടൊന്ന് അനങ്ങിയാൽ എനിക്ക് മനസ്സിലാവും. എന്നാലും മോൻ വരുമ്പോ ഒരെണ്ണം കൊണ്ടുവരും. യെസ്, അമേരിക്കൻ. അമേരിക്കൻ ആവുമ്പോ അന്ന് ലണ്ടനാ കാര്യം. MA ഓക്സൺ എന്നെഴുതിയാൽ കുറെ കാലം നമ്മൾ എഴുതിയില്ലേ? ബാരിസ്റ്റർ ശങ്കരൻ നമ്പ്യാർ, MA ഓക്സൺ, ഭാരത് ലോ. പിന്നതും ആ ബോർഡും കുറെ കാലം തട്ടും പുറത്ത് കിടന്നിരുന്നു. എന്നെപ്പോലുള്ളവരുടെ കാലം കഴിഞ്ഞു. ഇനി ബാരിസ്റ്റർ ഇല്ല. ഞങ്ങളാരും പൊളി പറയാൻ പഠിച്ചിട്ടില്ല, പൊളി പറഞ്ഞിട്ടുമില്ല ജീവിതത്തിൽ. എന്താ കമല ഇത്ര വൈകിയത്? അവിടേക്ക് അറിയാലോ, വീട്ടിലൊരാളുള്ളത്. ഇടയ്ക്ക് കുടിയൊക്കെ ഒന്ന് നിർത്തിയതല്ലായിരുന്നു. ഇപ്പൊ പാതിര ആവുമ്പോ
4 കാലയിൽ വരും. പിന്നെ വെളുക്കുവോളം തെറി തന്നെ തെറി. കഷ്ടം. ഇങ്ങനെയൊക്കെ ആയാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ചേട്ടാ, കള്ളുകൂടി അത്രയ്ക്ക് മോശമാണോ? ദേ വേണ്ട, എന്തു പറഞ്ഞാലും ഒരു തമാശ. നേരം വൈകി ഡോക്ടറെ കാണാൻ. കാറ് വരാൻ പറയട്ടെ? വേണ്ട, നമുക്ക് പതുക്കെ നടക്കാം. മുൻകൂട്ടി പറഞ്ഞാ കാത്തിരിക്കണ്ട. കാത്തിരിക്കാം. പണ്ട് ഡോക്ടർ നമ്പീശന്റെ നഴ്സിംഗ് ഹോമില് ചെങ്കണ്ണ് പിടിച്ച് പീള കെട്ടി ചേഞ്ച് മൂടിയ കണ്ണ് തുറക്കാനും വിഷമിച്ച് എനിക്ക് എക്സാം കാലായിരുന്നു. കണ്ണു മിഴിക്കാനും കൂടി വയ്യ. ബുദ്ധിമുട്ടി മിഴിച്ചപ്പോ എന്നെയാണ് കണ്ടത്. ആദ്യം ഡോക്ടർ എന്ന് വിചാരിച്ചു അല്ലേ? നമുക്കിന്ന് നടക്കാം. പഴയ വഴിയിലൂടെ പഴങ്കഥകളും പറഞ്ഞ്. ഇന്നെന്താ ഒരു ലഹരി. 40 കൊല്ലം കഴിഞ്ഞിട്ടും ഏറി ഏറി വരുന്ന ലഹരി. സത്യം. മുൻപോട്ടുള്ള യാത്ര അല്ലേ? ഈ യാത്രയ്ക്ക് ലക്ഷ്യമുണ്ട്. ജീവിതത്തിനോ? ഇല്ലേ. ലക്ഷ്യങ്ങളൊക്കെ നേടിയെന്ന് പറയാനോ അങ്ങനെ ചിന്തിക്കാനോ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അത് സന്തോഷമേ ഉള്ളൂ. അല്ല, എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ. എന്നാ ഇതിലോട്ട് കയറിയട്ടെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഏറെ നാളായി നമ്മളിങ്ങനെ നടന്നിട്ടല്ലേ. ഞങ്ങളിങ്ങനെ പഴങ്കഥകളൊക്കെ പറഞ്ഞ് ആനടി പോയിക്കോ. അല്ല, ഇന്നലെ ഗോവിന്ദ് വിളിച്ചായിരുന്നു. ഗോവിന്ദ് വിളിച്ചായിരുന്നു. എന്നിട്ട് വിശേഷിച്ചൊന്നുമില്ല. പതിവ് വിളി, കുശലാന്വേഷണം. സാറിന്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളെന്നും കൂടെ കൂടെ അവിടെ പൊക്കോളെന്നൊക്കെയുള്ള പതിവ് വാണി. അത്ര തന്നെ. ആന്റണി അതൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഈ വെയിലത്ത് നടക്കണ്ട, ഞാൻ കൊണ്ടാക്കാം. സമ്മതിക്കുകയില്ല. ഞങ്ങൾ ഇത്തിരി രസിച്ച് നടക്കുക. മനസ്സിലായില്ല? താനായിട്ടത് ഇല്ലാതാക്കണ്ട. എന്നാ ഞാൻ അങ്ങോട്ട്. അയാളോട് എന്തിനാ ഇങ്ങനെയൊക്കെ? പേടി. അതും പഴയ പേടി. പേടിയല്ല, കല്യാണം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണോ പേടി? പിന്നെ പ്രൈവസി. ചിലതൊക്കെ സ്വകാര്യ. അത് യെസ്, പ്രൈവസി ഈസ്, അത് മധുരമാണ്. സീക്രസി എന്ന് പറഞ്ഞാൽ അതെന്താ? സീക്രസി. ഇരുന്നോളൂ. സമ്മതി. മുപ്പത്തിമൂന്നാരാ? അയ്യോ, ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാമായിരുന്നില്ലേ? വീട്ടിലിരിക്കാം, അനിത അറിഞ്ഞിട്ടുണ്ടാവില്ല. അതൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ. നോ 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 നോ, അവിടെ ഇരുന്നൊരു കാപ്പി കഴിക്കുമ്പോഴേക്കും ഞാൻ അങ്ങ് എത്തിക്കോളാം. ഞങ്ങൾക്ക് ഉടനെ അങ്ങ് പോണം. ഇതുവരെ വന്നിട്ട് വീട്ടിൽ കയറാതെ എങ്ങനാ? അവിടം വരെ ഒന്ന് പോകാന്നേ. വന്നട്ടെ. ഓ ശരി ശരി. എന്നാ ഇനി ഗോപി വരുന്നേ? ഉടനെ ഒന്നും ഉണ്ടാവില്ല. മരുമോക്ക് വിശേഷം വല്ലതും? ഒന്നും ആയില്ല. അതാ ഒരു അതെടുത്ത് വെക്കുന്നേ. ഇതില്ലേല് ഒന്നും കേൾക്കുകയില്ല. സാറിന് കേൾവിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. എന്റെ
ഗുരുനാഥനും ഒടുക്കം ചെവി കേൾക്കാതായി. അപ്പൊ അദ്ദേഹം പറയും ഇപ്പൊ ഇങ്ങനെ ഒരു ഭാഗ്യം കൂടായി. ചെവി കേൾക്കാത്തത് ഭാഗ്യ. ഭാഗ്യം തന്നെയാ. ആ ഡോക്ടറെ, ദിവസവും എത്ര നിരർത്ഥകമായ വാക്യങ്ങളാ കേൾക്കുന്നത്. 100,000 മുദ്രാവാക്യങ്ങള്, 100 സത്യപ്രസ്താവനകള്. സാർ ഇപ്പോഴും പഴയ ആള് തന്നെയാ. അതെ, ഞാൻ പ്രാക്ടീസ് നിർത്തി. ഇല്ലേ? എന്താ? കോടതിയിൽ നുണ, കള്ളസാക്ഷി, വഞ്ചന, സത്യം പറയില്ല, സത്യം ആർക്കും വേണ്ട. സാർ, യൂഷ്വൽ ചെക്കപ്പ് അത്രയല്ലേ വേണ്ടു? അതെ. പക്ഷേ ഈ വലത്തെ കൈന് 2 കാര്യം, രണ്ടും വിഷമം. ഒന്ന് പിന്നെ ചീട്ട് കളിക്കുക, പിന്നെ പിയാനോ. ഈ രണ്ടും സായിപ്പ് പഠിപ്പിച്ചതാ. യെസ്, പിയാനോ വായിക്കാൻ സായിപ്പ് പഠിപ്പിച്ചതാ. പിന്നെ ചൂണ്ടയിടാൻ. സാർ തനി ബ്രിട്ടീഷ്. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായി. ഹലോ, അളിയനാ? പള്ളിയിലേക്ക് പുറപ്പെട്ടു. നിങ്ങൾ എവിടെ എത്തിയപ്പോ? അതെ അതെ, അപ്പൻ ഒരുപാട് കഷ്ടപ്പെടുത്താണ്ട് പോയല്ലോ. ഭാഗ്യം വരണമാ. ചടങ്ങ് കഴിഞ്ഞ് കുറച്ചു നേരം കൂടി നിന്നാ ആ ഷെയറിന്റെ കാര്യം കൂടെ തീർപ്പാക്കിയിട്ട് പോവായിരുന്നു. അത് തന്നെയാ പറഞ്ഞത്. എനിക്കും ധൃതിയുണ്ട്. നാളെ കട തുറക്കണേ. ശരി ശരി, അപ്പൊ വന്നിട്ട് കാണാം. അച്ഛന്റെ മരണം ആഘോഷമാക്കുന്ന മക്കൾ. ഭാഗ്യമരണം തന്നെയാ. ഈ പിശാചുക്കളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഒറ്റയ്ക്കുള്ള യാത്ര. നമ്മളും ഒരിക്കൽ അവസാന യാത്രയുടെ അവസരം ആർക്കറിയാം? ഈശ്വര, അതും കൂടി മനസ്സിലായി. ഒന്നിച്ച് അല്ലേ? എന്താ ഇങ്ങനെ ആലോചിക്കണേ? ഞാന് ഒരു സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നോ? ദിവാസ്വപ്നം. അതെന്തായിരുന്നു എന്നോടും കൂടി പറയൂ. അത് ഇതുവരെ കാണാത്ത അതിമനോഹരമായ ഒരിടം. നമ്മൾ രണ്ടാളും മാത്രം അങ്ങനെ നടക്കുക. എവിടുന്നോ ഒഴുകിയെത്തുന്ന പിയാനോ സംഗീതം, ബീഥോവന്റെ സിംഫണി പോലെ. പെട്ടെന്ന് ഒരു കാറ്റ്, അത് ശക്തമായി. ഒപ്പം മഴയും. അതിന്ന് രക്ഷപ്പെടാനാവണം ഒരു ചെറിയ ഇടവഴിയിലൂടെ ഇയാൾ എവിടേക്കോ ഓടി. ഒപ്പമെത്താൻ വേണ്ടി ഞാനും. എന്നിട്ടെന്താ?
അതിനു മുമ്പ് തട്ടി ഉണർത്തിയില്ലേ? ആ, ഇനിയിപ്പോ അത് പൂർണ്ണമായി കാണുന്ന എപ്പോഴാന്ന് വെച്ചാ അപ്പ പറയാം. വേണ്ട, അതൊക്കെ അങ്ങനെ കിടക്കും. ഒരടുക്കും ചിട്ടയില്ലാതെ. അതാണ് chaos, ഫിസിക്സിലെ തിയറി. ഒരടുക്കും ചിട്ടയുമില്ലാതെ തോന്നുമ്പോഴും ഒരു ക്രമമുണ്ടതിന്. ഈ പുസ്തകം പോലെ എനിക്കറിയാം ഏത് ബുക്ക് ഏതൊക്കെ സ്ഥലത്തുണ്ടെന്ന്. കൃത്യം കയ്യെത്തുന്ന അകലത്ത്, അന്നും ഇന്നും, അല്ലേ? ഈ കുസൃതി ഇത്ര പ്രായമായിട്ട്. ആ, പ്രായമായാൽ പലതുമേറും. പ്രണയം ഏറെ ഏറെ. അതെ, പ്രണയം മഹാപ്രണയമാകും. ഹലോ, മോനാ? ആ, സത്യാണോ മോനെ? എന്റെ ഗുരുവായൂരപ്പ രക്ഷിച്ചു. ദേ, അവക്ക് വിശേഷമുണ്ടെന്ന്. ഗോപിയ. അച്ഛനാ? അതെ. അമ്മ ഇവിടൊക്കെ തുള്ളിച്ചാടി നടക്കുക. ഞാൻ അമ്മയുടെ കൊടുക്കാം. മോളായിട്ട് സംസാരിക്കട്ടെ. ആ മോനെ, ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ട്. ഒരു 12,000 വേട്ടക്കാരന്, പിന്നെ ഗുരുവായൂരിലും നെല്ലുവായാലും താമരത്തിരുത്തിയിലും. ആ മോനെ, നീ രേണുന്ന് കൊടുക്ക. ആ മോളെ, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആ ദേ, പ്രസവം ഇവിടെ ആവണം കേട്ടോ. അവിടെയൊന്നും വേണ്ട. ദേ, ഒന്ന് പറയുന്നേ. ഞാനെന്തോ, അതൊക്കെ അവരുടെ ഇഷ്ടമാ. അപ്പൊ ശരി മോളെ, വിളിക്കണം കേട്ടോ. അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഇനി സമയമില്ലേ? ദേ, ഒട്ടും വൈകാണ്ട് താമരത്തിരുത്തിക്ക് പോണം. വഴിപാട്. ഈ യന്ത്രം കൊണ്ട് ഒരു ഉപകാരമേ ഉള്ളൂ. പ്രകൃതിയുടെ ശബ്ദം, കിളികളുടെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം, എ പീസ്ഫുൾ സൈലൻസ്. നിശബ്ദതയിൽ തന്നെ ഒരു ശബ്ദമുണ്ട്. ഈ നേരത്തെ ഇവിടെ വന്നിരിക്കുക? പിറന്നാളാണെന്നുള്ള കാര്യം മറന്നോ? ഊണ് കഴിക്കണ്ടേ? കണ്ടോ, ഇവള് മെടുക്കി. ഇപ്പൊ തളിർത്തു, പൂത്തു. നമ്മുടെ മോനും ഒരു ഉണ്ണി പിറക്കാൻ പോവല്ലേ. അന്ന് നമുക്ക് ആ ഷാരത്തെ കുട്ടി പറഞ്ഞത് ഫലിച്ചു. ഇപ്പോ ആ മകനെ സന്തതിക്കായി നമ്മള് പിന്നെയും അവിടെ തന്നെ ഭജന ഇരിക്കുന്നു. അന്നത്തെ പോലെ വേട്ടക്കാരന് ഒരു 12,000 അതോ 13? തമാശ പറയണ്ട. ഞാൻ എന്റെ ഈ ഈശ്വരിയോടല്ലാതെ വേറെ ആരോടാ തമാശ പറയേണ്ടത്? വരൂ, ഞാൻ ഊണ് വിളമ്പാം. ആ, പിറന്നാളായിട്ട് ഇന്ന് കഴിക്കുന്ന ഗുളി തന്നെ വേണോ? എന്റെ പഴം നുറുക്ക് ഇങ്ങോട്ട്. ആദ്യം ഈ മരുന്ന് കഴിക്കാൻ. എല്ലാം ഉണ്ട്, കഴിച്ചോളൂ. അതെന്താ? അത് തന്നെയാ ഇത്.
എന്റെ പിറന്നാള് ഞാൻ ഓർക്കാറില്ല. എന്ത് എനിക്ക് നിശ്ചയമില്ല. പായസമുണ്ടോ? ഉണ്ട്, ശരിക്കും പാൽപ്പായസം. മധുരയില്ല. ആ, എനിക്ക് ഓർമ്മയുണ്ട്. താമരത്തുരുത്തിയില് മണ്ഡലകാലം മുഴുവൻ പായസമാണ്. മധുരമില്ല, പാൽപ്പായസം. പപ്പടം കഴിച്ചില്ല. പണ്ടൊക്കെ അങ്ങനെയാ, ഒരു ഒറ്റ ഇല മാത്രം. ഭാര്യ ഭർത്താവിന്റെ എച്ചുലയിൽ നിന്ന്. ഇവിടെ മാത്രം ഇന്നും അങ്ങനെ തന്നെയാ. എനിക്കത് മതി, ആ ഇലയിൽ നിന്ന്. സാക്ഷാൽ അരുന്ധതി തന്നെ. നാളെ കേശവനോട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വ്. ഇതൊക്കെ നാളെ തന്നെ നടണം. ഞാറ്റുവേലയാ. സമയത്തും കാലത്തും വിത്തൊക്കെ എടുത്ത് നല്ലത് തിരഞ്ഞു വെച്ച എന്റെ കുന്തം. ദേ, ആ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്ര. അതെയല്ലോ, എത്ര കാലത്തെ കാത്തിരിപ്പിന്റെ ഫലമാ. ഗോവിന്ദൻ രേണു ഭയങ്കര തുല്യല. ഇന്നലെയും വിളിച്ചായിരുന്നു. എനിക്കത് മനസ്സിലാവും, അനുഭവിച്ചതാണല്ലോ. എത്രയും വേഗം മോളെ ഇങ്ങോട്ട് കൂട്ടണം. അമ്മ വേണം അടുത്ത്. ആ, അത് തന്നെയാ ഞങ്ങൾ ആലോചിക്കുന്നത്. രേണുവിന്റെ അമ്മയ്ക്ക് ഒന്നിനും സമയം തികയത്തില്ല. ഇവിടെ ആവുമ്പോ നിങ്ങൾ ഇരിക്ക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, പോകാൻ ഇത്തിരി തിരക്കുണ്ട്. ഞാൻ നാളെ വരാം. ആ, എല്ലാവർക്കും തിരക്കാ. ഗോവിന്ദന് തിരക്ക്, രേണുവിന്റെ അമ്മയ്ക്ക് തിരക്ക്, ഏവർക്കും തിരക്ക്. തിരക്കിനിടയിൽ ബന്ധങ്ങൾ മറക്കാതിരുന്നാൽ നന്ന്. ആ കമലത്തെ കണ്ടില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞോ? എപ്പോ? നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത്? അതെ, അത് കൊല്ലം 40 കഴിഞ്ഞില്ലേ നമ്മൾ ഒരുമിച്ച്. അതല്ല, കമലം വൈകുമെന്ന് പറഞ്ഞോ, അതാ ചോദിച്ചേ. എന്നോടൊന്നും പറഞ്ഞില്ല. നമുക്ക് ഇറങ്ങാം, വാതിൽ ചാരിക്കോളൂ. വാതിൽ അങ്ങോട്ട് ചാരുക, നമുക്കങ്ങ് പൂട്ടാം. അവള് വന്ന് അവിടെ നിക്കട്ടെ, താക്കോല് നമ്മൾ വെച്ചാ പോരെ. മതി, എന്നാ പിന്നെ തപ്പിത്തരാണ്ട് കഴിക്കാം. ഒന്ന് നിൽക്കൂ, ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കാം. എനിക്കറിയുന്ന അച്ഛൻ മറുപടിയും പറയാം. ഒരു ശാരത്തറിയൂ? 10-40 കൊല്ലം മുമ്പ് അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ ഞാനും ഒരു ശാരത്തെയാണ്. എന്റെ ശാരത്തും പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അത് 10-35 കൊല്ലം മുമ്പ് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഭജിക്കാൻ വന്നതാ. ആ, ഒരു ബാരിസ്റ്റർ അല്ലേ? പിന്നെ അവർക്കൊരു ആൺകുട്ടി ഉണ്ടായി. അതിന്റെ ചോറുകൊണ്ടും വന്നൂലോ. ഞാനാണ് ആ ബാരിസ്റ്റർ നമ്പ്യാർ. ഞാൻ ആ ശാരത്തെയാണ്. പക്ഷേ അന്ന് ഞാൻ നാട്ടിലില്ല. വന്നപ്പോ ലക്ഷ്മിക്കുട്ടി പറയണ്ടായി അവരെ ഒന്ന് കാണാൻ. കാണച്ചാ എന്റെ കൂടെ വന്നോളൂ. ഒരു ചെറിയ അപകടം, കാല് തളർന്നു. അപ്പോ വളണ്ടറി മേടിച്ചു. ഗുരുവായൂരപ്പ, ഓർക്കുന്നുണ്ടോ? 35 കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് ഒരു സന്തതി ഉണ്ടാകാൻ വേണ്ടി. ഇപ്പോ ഞങ്ങളുടെ മകന്റെ ഭാര്യയ്ക്ക്. ഇത്തിരി വൈകിയാണെങ്കിലും ഈശ്വരന്മാർ അനുഗ്രഹിച്ചു. ഇവിടുത്തെ തേവര് വിചാരിച്ച നടക്കും. തൊഴുതില്ലേ? തൊഴുതു. വഴിപാട് നേർന്നു. ഒരു 12,000
വേട്ടക്കാരന് നിങ്ങൾ വരണം. അത് പറയാനാ. അതിപ്പോ ലക്ഷ്മിക്കുട്ടിയും ഞാനും രണ്ടാളും വയ്യാത്തവരായി. അതുകൊണ്ട് ഗുരുവായൂരപ്പ, ഈ കുട്ടി പറഞ്ഞിട്ടാ അന്ന് മീനൂട്ട് നടത്തിയേ. ഞങ്ങള് മോഹിച്ചത് നടക്കുകയും ചെയ്തു. പക്ഷേ കുട്ടിക്ക് ഇല്ല, എനിക്ക് ഒരു പരാതിയില്ല. അമ്മാമ്മയും ഞാനും ഇങ്ങനെ. അതെ, ഞാനും 10-40 കൊല്ലം സമ്പാദിക്കണം എന്ന് തന്നെയായിരുന്നു മോഹം. സമ്പാദിക്കുകയും ചെയ്തു. ഒടുക്കം ഈ അമ്പലത്തിലെ നേറ്റച്ചോറ് മാത്രം മതിയെന്ന് തോന്നി. ആ, ഇഷ്ടാച്ചാൽ വെടുവെടുപ്പായിട്ട് നേറ്റച്ചോറുണ്ണാം. ഇഷ്ടമാണെന്നോ? ഞാനും ഒരമ്പലത്തിന്റെ ചുറ്റുവട്ടത്തിൽ തന്നെയാ ജനിച്ചത്. ക്ഷേത്ര പ്രവൃത്തിയുള്ള തറവാടാണ് താനും. ആ, എന്നാ താമസിക്കണ്ട, ഞാൻ 2 ഇല മുറിച്ചു വരാം. നേദ്യച്ചോറ്, സംഭാരം, ഉപ്പിലിട്ടതാ. കൂട്ടാനൊന്നും വെച്ചിട്ടില്ല. ചിലപ്പോ കിഴക്കേന്ന് കൊണ്ടുവരും. എന്താ? എവിടാ കൈ കഴുകേണ്ടത്? ഇവിടെ ഇരിക്കുന്നേ. അന്ന് ആ കുട്ടി പറഞ്ഞില്ലേ ഒരു ജാതി മത്സ്യം? മറന്നിട്ടില്ല. ഒരിക്കലും ഇണപിരിയാത്ത മത്സ്യം. പെണ്ണിന് ഇടതുഭാഗത്ത് മാത്രമേ കണ്ണുള്ളൂ, ആണിന് വലതും. അത് തന്നെ. പെണ്ണിന്റെ ഇടത്തെ ചികളയിൽ തല ഒളിപ്പിച്ച് നടക്കും. അതിനെ ഒറ്റയ്ക്ക് ആർക്കും പിടിക്കാൻ പറ്റില്ല. പിടിച്ചാൽ രണ്ടും ഒരുമിച്ച്. അടുത്ത ജന്മത്തിൽ ആ മത്സ്യമായി ഒന്നും അറിയാതെ സദാ രണ്ടാളും ഇങ്ങനെ. സന്തതി സമ്പത്തു സൽസുഖവും സന്തതം തന്നെന്നും രക്ഷിക്കുവാ സന്താപനാശന ശിവനന്ദന വേട്ടയ്ക്കൊരു മകനെ നമസ്തേ നമസ്തേ നമസ്തേ. പന്തീരായിരം നേർച്ച സന്താന ഭാഗ്യമോ തീർച്ച. പന്തീരായിരം നേർച്ച സന്താന ഭാഗ്യമോ തീർച്ച. വേട്ടയ്ക്കൊരു മകൻ കനിയും വാട്ടമേടാതുള്ള കാഴ്ച ജന്മസാഫല്യമിന്നും തുടർച്ച. പന്തീരായിരം നേർച്ച സന്താന ഭാഗ്യമോ തീർച്ച. പന്തീരായിരം നേർച്ച. ഇണപിരിയാതുള്ള ജന്മം കൊതിക്കുന്നു സന്താന ഭാഗ്യം. സന്താന വല്ലരി പൂക്കും മോഹം ആ പൂവിലൊന്നു ചുംബിക്കും. മനം നിർവൃതിയേകും നിമിഷം, മനം നിർവൃതിയേകും നിമിഷം. പന്തീരായിരം നേർച്ച സന്താന ഭാഗ്യമോ തീർച്ച. പന്തീരായിരം നേർച്ച.
ആശകൾ നേരുന്നു ലോകം പൂവിട്ടൊരാ ആശകളെന്നും കായായി കനിയായി തീരുമെന്നും പൂവിട്ടൊരാ ആശകളെന്നും കായായി കനിയായി തീരുമെന്നും കൽപ്പന ഭാഗ്യവസന്തം ദേവകൽപ്പന ഭാഗ്യവസന്തം പന്തീരായിരം നേർച്ച സന്താന ഭാഗ്യമോ തീർച്ച പന്തീരായിരം നേർച്ച സന്താന ഭാഗ്യമോ തീർച്ച വേട്ടയ്ക്കൊരു മകൻ കനിയും പാട്ടമേഴാതുള്ള കാഴ്ച ജന്മസാഫല്യമിന്നും തുടർച്ച പന്തീരായിരം നേർച്ച സന്താന ഭാഗ്യമോ തീർച്ച പന്തീരായിരം നേർച്ച ആ മത്സ്യം ഈശ്വര, അതിലെ പെണ്ണ് എന്താ സ്വപ്നം കണ്ടോ? ആ മത്സ്യം ആ, എടുത്ത ഭാഗത്തെ ഇല്ല, അത് പോയാൽ ആണ് ചാകും. എന്താ മേന്നെ വിശേഷിച്ച്? ഒന്നുമില്ല. ഞാൻ ഈ കൃഷിയുടെ ഒക്കെ നോക്കി കാണുക. ഓ, ഇന്നത്തെ കാലത്ത് ഈ കൃഷി കൊണ്ടൊന്നും ഒരു മെച്ചവും ഇല്ലെന്നേ. അങ്ങനല്ല, ഉണ്ട്. മനസ്സിന് അല്പം മെച്ചമുണ്ട്. ദേ, ഇതൊക്കെ മുളയ്ക്കുമ്പോഴും പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും ഒക്കെ ഒരു രസമാ. എനിക്ക് ഗോവിന്ദൻ ഉണ്ടായ പോലൊരു രസം. ദേ, ഇപ്പോ ഗോവിന്ദൻ ഒരു ഉണ്ണി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന രസം. ആ കാത്തിരിപ്പിന് ഒരു സുഖമില്ലേ മേന്നെ? ഉണ്ടോന്നോ? ആ, ഞാനിപ്പോ വന്നത് എന്താച്ചാ, ആ, ഗോവിന്ദൻ ഒരു അഭിപ്രായം പറഞ്ഞു. എന്താ? പ്രസവം അവിടെ ആയാലെന്താ, അമേരിക്കയിലാവുമ്പോ നല്ല ചികിത്സയൊക്കെ കിട്ടില്ലേ? ആ, ചികിത്സയാ പ്രധാനമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ആ, അതല്ല, സ്നേഹിക്കുന്നവർ അരികിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആവാം. ആ, നടന്നോളൂ. വൈദ്യമഠത്തിലൊന്ന് അറിയിക്കണ്ടേ? ആ, വേണം. എന്നാ നാളെ തന്നെ ആളെ അയച്ചാലോ? എന്തൊക്കെയാ ഒരുക്കേണ്ടത്? നിശ്ചയമുണ്ട്, എന്നാലും ഭാരത് വരണം. ഹലോ, അമ്മയാണ്. ഒക്കെ വേണ്ട പോലെ ആവും, പേടിക്കണ്ട. നെയ്യ് ഇവിടെ തന്നെ കാച്ചാം. ആ, വൈദ്യമഠത്തിന്ന് ഭാര്യ വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ദാ അച്ഛനും എടുക്കാം. അതെ, എനിക്ക് കേക്കാൻ വയ്യ. ആ, ഒക്കെ അമ്മ പറയും. ആ, അത്രയ്ക്ക് കേക്കായൊന്നുമില്ല. അതെ, അതൊക്കെ പഴയ സമ്പ്രദായ നല്ലത്. 12,000 കഴിഞ്ഞു കേട്ടോ. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഒരു ഉറ്റം! ഇരുന്ന ഇരിപ്പിനെ 12,000 തേങ്ങയല്ലേ ഉടയ്ക്കണേ? ഒക്കെ ഉണ്ടായി, അമ്പലത്തിലും പോയി. എന്താ ഈ പറയണേ? രേണുവിന്റെ അച്ഛൻ വന്നപ്പോ പറഞ്ഞിരുന്നു,
അതൊന്നും ശരിയാവൂല. ഇവിടെ വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ദേ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, എല്ലാം പറഞ്ഞാ മതി. എന്ന് സത്യാണോ? ആ, ശരി ശരി. ദേ, മോൻ വരണോന്ന്. അപ്പോഴത്തേക്ക് ഉറങ്ങിയോ? സാധാരണ ഉറക്കമില്ലാത്ത ആളാ. ഇപ്പെന്താ ഇത്രയ്ക്ക് ഉറക്കം വരാൻ? അവൻ വരുമ്പോ അവളെയും കൂട്ടി ഇങ്ങി വന്നാ പോരായിരുന്നോ? എന്തൊക്കെയാണ് അവ ഈ കുട്ടികളെ കാട്ടിക്കൂട്ടണേ. ഈശ്വരാ. എന്തോ കുഴപ്പമുണ്ട്. എന്താണാവോ? നാളെ ഡോക്ടറെ കാണിക്കണം. ഇവിടെ ഇരിക്കുക. ഈ ബാറ്ററി മാറ്റിയിട്ടാല് ഭേദമാകുമെന്ന് വിചാരിച്ചു. ഇന്നലെ ഗോവിന്ദന്റെ ഫോൺ വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ്. ദേഷ്യപ്പെടുകയോ? ഞാനോ? എന്തിനാ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ? ഇല്ല, പക്ഷെ മനസ്സിന് ഇഷ്ടമില്ലാത്തതുണ്ടായാ എനിക്കറിയാം. ഓരോ ഭാവമാറ്റേ. ഈ നേരത്തെ ഇവിടെ ഇരുന്ന്. ബാറ്ററി മാറ്റിയിടാൻ അല്ല, ഞാൻ എന്തോ അപ്രിയം കാണിച്ചു. അതിന്റെ ശിക്ഷ. ഒരു ശിക്ഷയില്ല. ഇംഗ്ലീഷില് ഒരു പഴമൊഴിയുണ്ട്. നെവർ ബിൽഡ് എ കേസ് എഗൻസ്റ്റ് യുവർസെൽഫ്. ഒരിക്കലും നിങ്ങൾക്കെതിരെ സ്വയം ഒരു കുറ്റപത്രം തയ്യാറാക്കരുതെന്ന്. എന്നാൽ മനസ്സിലെത്തിരി പേടിയുണ്ട് താനും. പേടിയോ? അതെന്താ? എല്ലാവരും കൂടി എന്റെ ഇഷ്ടം പോലെ നിന്നെ സ്നേഹിക്കാൻ അനുവാദം തരാതിരിക്കുമെന്ന്. എന്താ ഈ പറയണേ? ആൻഡോ സാറ് വന്നിട്ടുണ്ട്. ആ, എന്താ എന്തോ വിശേഷിച്ച്? ഗോവിന്ദ് വിളിച്ചായിരുന്നു. ഒരു ഫോട്ടോ വേണോത്രേ. ഫോട്ടോയോ? എന്തിനാ? ഗോവിന്ദിന് എന്തോ ആവശ്യമുണ്ടെന്ന്. ആൻഡോയ്ക്ക് അറിയാൻ വയ്യാത്ത ആവശ്യം. ആ, എടുത്തോളൂ. എവിടാ നിൽക്കണ്ടേ? അങ്ങോട്ട് ഞാൻ സാർ. വാ. പോരെ. അല്ല സാർ, അത് അമ്മയുടെ മാത്രം മതിയായിരുന്നു. ഓ ഓ ഓ ഓ ആ. രണ്ടു മൂന്നെണ്ണം എടുത്തോളൂ. കുറച്ചിങ്ങോട്ട്. അപ്പോ ഞങ്ങൾ ഇറങ്ങുവാ.
ആ എന്തിനാ മോനെ ഇതൊക്കെ? രേണുവിന്റെ അച്ഛൻ വരും, പറയും. ആ. എന്നാ ആ ആ ശരി. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവും. രേണുവിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ആ ആ വരുന്നു. ആ ദാ പിടിച്ചോളൂ. ഈശ്വര. അപ്പോ ഞാൻ ഇപ്പൊ വന്ന എന്താച്ചാ, എന്താ? അല്ല അവര് പ്രസവത്തിന് വരണില്ലാലോ. ആ അപ്പോ ഗോവിന്ദന്റെ അമ്മ അങ്ങോട്ട് ഗോവിന്ദൻ പ്രത്യേകം പറഞ്ഞു അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന്. അത് അതിന് തക്കമുള്ള ആരോഗ്യം മറ്റോ ഉണ്ടോ ഇവിടുത്തെ ആളിന്? രേണുവിന്റെ അമ്മയ്ക്ക് പോരുതോ? അതിപ്പോ അവൾ ഇവിടുന്ന് പോയാ ഇവിടുത്തെ കാര്യം ഒന്നും നടക്കില്ല. അത് ഗോവിന്ദനും അറിയാം. അതാ അമ്മയോട് ഇവിടെ മനസ്സിലാവും. പെൺകുട്ടികളുടെ ആദ്യ പ്രസവത്തിന് അമ്മ അടുത്തുണ്ടാവണം. ഗുരുവായൂരപ്പ വേണം ഒരു സമാധാനത്തിന്. ഓ, നമ്പ്യാർക്കും അത് ബോധ്യമാവുമല്ലോ. അപ്പോ അമ്മ ഞാൻ വരാം. മതി, അതൊന്ന് കേക്കേ വേണ്ടു. ഗോവിന്ദൻ ടിക്കറ്റ് എടുത്താ വരിക. സമ്മതിച്ചല്ലോ അല്ലേ? നന്നായി. ഇത് പാസ്പോർട്ടിനുള്ള ആപ്ലിക്കേഷനാ. ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാ. വരിക. ആ വന്നാട്ടെ. വൈദ്യമഠത്തിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു അല്ലേ? ഇരുന്നാട്ടെ. നമസ്കാരം. ഇതിപ്പോ സുഖപ്രസൂതി എന്ന് പറയും. ഇതിപ്പോ സുഖപ്രസൂതി എന്ന് പറയും. വിഷയം മുഖ്യ കുമ്പളയാണ്. അല്ല, മുറ്റത്തല്ലേ അടുപ്പ്? ആ വിറക് ചീമക്കൊന്നും ഉണ്ടോ? പഴയ കളപ്പുര പൊളിച്ചാൽ ഓ. കഴുക്കോല് കിട്ടും. മതി. എന്നാ ഒരു കോഴി തോർത്തിങ് തരിക. വാരി തുടങ്ങിയേ. ആ കുറിപ്പടി എഴുതാം. ആ ആ ഒരു കഷ്ണം കടലാസിഞ്ഞ് എടുത്തോളൂ. ദാ, എന്നാ എഴുതാം. കുറുന്തോട്ടി, കുമിള്, ധന്വന്തരം വേണ്ടേ? വേണ്ടി വരും. ആ അപ്പൊ പാത്രങ്ങള് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ആ എന്നാ കുറിപ്പടി പിന്നെ തരാം. ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. ആ. ഓ. ആ. ഈ വാര്യരും ഒടുക്കത്തെ വാര്യരായിരിക്കും. കഷായം വെക്കാൻ കൂടെ വീട്ടിൽ വരുന്ന വൈദ്യൻ. ഞാനും ഒടുക്കത്തെ ബാരിസ്റ്ററാ. അപ്പോ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? ഇനി അങ്ങാടി സാമാനങ്ങളൊക്കെ പോയി വാങ്ങിക്കണ്ടേ? ആ വേണം. ആ കമലത്തിന്റെ ആളോട് ഇവിടം വരെ വരാൻ പറയാം. ഏയ്, അതൊന്നും ശരിയാവില്ല. എല്ലാം നോക്കിയും കണ്ട് മേടിക്കണം. അപ്പോ ഞാൻ അങ്ങാടിക്ക് പോണം അല്ലേ? ആ, പോവാം. ഇതെവിടേക്കാ ഒറ്റയ്ക്ക്? ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്നായാലും ഒറ്റയ്ക്കാവില്ല എന്നുറപ്പൊന്നുമില്ലല്ലോ. എന്താ ഒരു പരിഭ്രമം? ഏയ് ഒന്നുമില്ല. അങ്ങാടി വരെ ഒന്ന് പോണം. വാരുടെ കുറുപ്പടി വാങ്ങണം. മരുമോൾക്കാവും. എന്നാ ഇങ്ങോട്ട് വരിക? ഇവിടേക്കല്ല, എല്ലാം ഉണ്ടാക്കി അങ്ങോട്ട് പോണം. രണ്ടാളും? ഇല്ല, ഒറ്റയ്ക്ക് ഞാനിവിടെ. അല്ല, ഞാൻ അങ്ങാടി വരെ വരണോ? വേണ്ട, ഒരു ശ്രമം.
ഒരു പരീക്ഷണം. ദാ ഓ അവിടെ വെച്ചോളൂ. ഇത് അങ്ങോട്ട് കൊടുത്തോളൂ. ഓ എന്താ ഒരു ചൂട്. ഇനി എടുത്തോളൂ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ കഷായത്തിന്റെയും ലേഹ്യത്തിന്റെയും ഗുണത്തെ കുറിച്ച് ഒട്ടും നിശ്ചയില്ല. ഇംഗ്ലീഷ് വേണ്ടു, ഇംഗ്ലീഷ്. ഇതിന്റെ കയ്പൊന്നും അവർക്ക് പിടിക്കൂല്ലെന്നേ. അതെ, എല്ലാവർക്കും മധുരം മതി. കയ്പിന്റെ സുഖം അവർക്കറിയില്ല. ആ സുഖം അറിയാൻ ക്ഷമയുമില്ല. പ്രസവിക്കാൻ പോലും ഇപ്പൊ വേദന സഹിക്കില്ലെന്നേ. കത്തിക്ക് കീറുകയല്ലേ സുഖം. പണ്ടൊക്കെ അതെ, അതൊക്കെ ഇപ്പൊ നമ്മക്കറിയില്ലാച്ചാലും സായിപ്പിനറിയാം. ഇതിന്റെയൊക്കെ കൂട്ടുകുറിപ്പടി അവര് കൊണ്ടുപോയി കുറച്ച് മധുരവും ചേർത്ത് അവരെ യന്ത്രത്തിലുണ്ടാക്കി ഒരു ഗുണവും ഇല്ലാണ്ട് നല്ല പാക്കറ്റിലാക്കി തരും. ഒടുക്കത്തെ വില കൊടുത്ത് ഇവിടെ ഉള്ളവരത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. അപ്പോഴല്ലേ ആയുർവേദം ഇംഗ്ലീഷ് ആവൂ. ശിവ ശിവ. എവിടെ? അടുക്കളയിലുണ്ട്. എന്തെങ്കിലും വേണോ ആവോ? മറന്നിട്ടുണ്ടാവും. തിരക്കല്ലേ. നേരത്തിനും കാലത്തിനും ഗുളിക കഴിച്ചില്ല എന്ന് വെച്ചാൽ അറിയാലോ. ദാ ഇത് കൊടുത്തേക്ക. ആ ഒരു ചെറിയ മാറ്റം, ഒരു കണിക, ഒന്ന് മാവായി, ഒന്ന് മനുഷ്യനായി. ഓരോന്നും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ ശിരസിനെ വലയം ചെയ്യുന്ന നിശബ്ദത മാത്രം ശേഷിക്കും. അല്ല, നമ്പ്യാരെന്തെങ്കിലും പറഞ്ഞോ?
ഒന്നുമില്ല. ആ, സുഭദ്രയ്ക്ക് കുരുമുളക് മുറുക്കിയ എണ്ണ ഉള്ളിയും പതിവുണ്ട്. ശിവ ശിവ, ഇതെന്താ ഇങ്ങനൊരു വിധി? കേട്ടിട്ടില്ല. ശീലം എനിക്കല്ലേ അറിയൂ. ലേശം പണ്ടുണ്ടായിരുന്നു. സുഭദ്രയ്ക്ക് ഇഷ്ടമല്ല, നിർത്തി. ഇപ്പോ ഒരാശ. ആ, ഇത്ര വേഗം കുളിച്ചു വന്നു. ഞാൻ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലിയ ശേഷം മരുന്നും തന്ന്. അങ്ങനെയാണല്ലോ പതിവ്. ഇപ്പോ മറന്നതാണോ അതോ വേണ്ടാന്ന് വെച്ചോ? എന്റെ ഗുരുവായൂരപ്പ, എന്താ ഈ പറയണേ? ഇത് കണ്ടോ, ഇതിന് എല്ലാം മായ്ക്കാൻ കഴിയും, തെറ്റുകൾ തിരുത്താൻ കഴിയും, ശരിയും. അതിന്റെ കുതിക്കാനുള്ള ശക്തി കണ്ടോ? ഈശ്വര, അവിടെ 8 പിറക്കാറായി. ഇങ്ങോട്ട് വരാനും വയ്യാത്രേ. അപ്പോ അങ്ങോട്ട് പോവേണ്ടി വരും. ഞാൻ പോണ്ടേ? പോണം. മക്കൾക്കൊരാവശ്യം ഉണ്ടാവുമ്പോ ഒരു ഉപകാരവും ഇല്ലാത്ത അച്ഛനമ്മമാരെന്തിനാ? എന്നാലും ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് വേണം. അമ്മയ്ക്ക് മാത്രമേ അവിടെ കാര്യമുള്ളൂ. അച്ഛൻ വേണമെങ്കിൽ കാശയക്കാം. എന്തൊക്കെയായി പറയണേ? സത്യം. കുറ്റിച്ചൂലുകൊണ്ട് ഹൃദയസത്യങ്ങൾ തൂക്കുക. ജീവിതത്തിൽ പലപ്പോഴും അതാവശ്യമാണ്. അവർക്ക് അമ്മയാണ് ആവശ്യം, അച്ഛൻ അനാവശ്യം. പിന്നെ ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് ഒരു റിഹേഴ്സൽ. ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്താ ഇവിടെ വന്നിരിക്കണേ? വെറുതെ ഒരു സുഖം. ശാന്തമായി കിടന്നിരുന്ന ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓളങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് എളുപ്പമാണല്ലേ. അതിന്റെ താളം ഇങ്ങനെ മാറ്റാനും. അതെ, നമ്മുടെ മോന് ഒരു ഉണ്ണി പിറക്കുമ്പോ നമ്മുടെയും താളം മാറും, ഇല്ലേ? പ്രസവം ഇവിടെ മതിന്ന് എത്ര മോഹിച്ചു. അതൊക്കെ അവരുടെ ഇഷ്ടം. നാളെ മോൻ വരും. അമ്മ പോവുകയും ചെയ്യും. ഞാൻ പോണം. അതാണ് തീർപ്പ്. വിധിയല്ല, നിയോഗമാണ്. മോനെ മോനെ എങ്ങനുണ്ട് രേണുവിന്? സുഖമേ, ഒരു കുഴപ്പമില്ല. അവൾ അമ്മയെ കാണാൻ തിരിച്ചു വെച്ചിരിക്കുക. ആഹാ.
സംതിങ് റോങ്? ഞാൻ തന്നെ കാണുമായിരുന്നു. എന്നെ കാണുകയോ? അന്നാമേ അച്ഛനത് എന്ത് പറ്റി? അതങ്ങനെ സന്തോഷം കൊണ്ടാ, നിനക്കറിയില്ലേ? ആ ആന്റോയും മേനോനും ഒക്കെ സമയത്ത് തന്നെ ഇവിടെ എത്തിയില്ലേ? ഞങ്ങൾ 1 മണിക്കൂർ മുമ്പേ എയർപോർട്ടിലെത്തി. രേണുട്ടിക്ക് സുഖം. കമലമ്മയ്ക്ക് ഒരു കൂട്ടം തന്നു വിട്ടിട്ടുണ്ട്. കമലമ്മേ, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഇങ്ങോട്ടെടുക്കണോ? വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. അച്ഛാ. ആ ആ, എവിടേക്കാ പോയ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് നടന്ന് ശീലിക്കുക. ഇനി ഞാൻ വേഗം ഇങ്ങ് എത്തുമല്ലോ. ഗുളിക എടുത്തു നോക്കുമ്പോ ആളെ കാണാനില്ല. ഒരു കാര്യം ചോദിക്കണമെന്ന് 2 ദിവസമായി വിചാരിക്കണു. എന്താ? ലക്ഷ്മിക്കുട്ടി ഒന്ന് കാണണ്ടേ? ഗോവിന്ദനെ അവര് കണ്ടിട്ടുമില്ലല്ലോ ഇത്രയും കാലായിട്ടും. പോകാം, പോണം. അത്യാവശ്യം. അയാളോട് പറഞ്ഞോളൂ, നാളെ തന്നെ നിങ്ങൾ 2 ആളും കൂടി. അപ്പോ ഞാൻ എന്തിനാ വെറുതെ, നിങ്ങൾ തന്നെ ധാരാളം. അവരെ ഒന്ന് കാണുക. ആ പാദത്തിൽ ഒന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ പുണ്യമാ. വരണം, നമുക്ക് ഒരുമിച്ച്. ആ, അവസാന യാത്ര ഒരുമിച്ചാവാം. ആ ശിവ ശിവ, ഇതാരൊക്കെ വരണേ? വരിക വരിക. ഓ മോനെ, ഇതാ ലക്ഷ്മിക്കുട്ടി. പണ്ട് ഈ കുട്ടിയാ ഇവിടെ ഭജിച്ചാ വിചാരിച്ചത് നടക്കുന്നു പറഞ്ഞു. അങ്ങനെയാ ഞാനുണ്ടായതല്ലേ? ഇപ്പോ എനിക്ക് സന്തതിക്കായി. അതിന് കഴിപ്പിച്ച വഴിപാടും ഫലിച്ചൂലോ. ആ ഗോവിന്ദ, ഈ ശാരടി അനവധി വർഷം പുറത്തായിരുന്നു, കണ്ടാ തോന്നുന്നു. എന്താ, പുറത്തായിരുന്ന കൊമ്പ് മുളയ്ക്കോ? ആ, ചില ആളുകൾക്ക് മുളയ്ക്കും. അത് കൊഴിയുകയും ചെയ്യും. ആ, എന്നാ മടക്കം? ഒരാഴ്ച ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ അമ്മയും കൂട്ടി. അമ്മയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകണോ? അപ്പൊ അച്ഛൻ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ശരിയായ പ്രയോഗം. ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്ക. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. എന്താച്ചാലും എനിക്ക് മോനെ ഒന്ന് കാണാൻ സാധിച്ചൂലോ. എനിക്കും. ഇവിടുത്തെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണം. ഉണ്ടാവും എന്നും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരുപാട് തിരക്കുണ്ട്. പോകാൻ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇനി വരുമ്പോ എന്റെ കുഞ്ഞിനെയും കൂട്ടി വരാം. വരണം, മറക്കരുത്. ശരി. ഓ. ഓ. ആ അച്ഛന് നന്ന ദുഃഖമുണ്ട്. അതെ, 12,000 ചെന്നപ്പോ കണ്ടതല്ലേ, പെട്ടെന്ന് വയസ്സേറിയ പോലെ. എന്തായാലും അമ്മയെ കൂടി കൊണ്ടുപോകാൻ തീരുമാനിച്ചത് നന്നായി. അമ്മമാരുണ്ടാവുമ്പോ ഒരുറപ്പാ. ആദ്യത്തെ പ്രസവല്ലേ, അന്യനാട്ടിൽ ഒറ്റയ്ക്കാവുമ്പോ. എന്നാലും ഇവിടുത്തെ കാര്യം ആലോചിക്കുമ്പോഴാ. നത്തിങ്, ഒന്നും വിചാരിക്കാനില്ല. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? പിന്നെ ഗ്രേസിയും വരുമല്ലോ. ഗ്രേസിയോ? അതാരാ? ഹോം നേഴ്സാ? ഡോക്ടർ അറിയും. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന്. ആന്റോയ്ക്ക് ഞാൻ നേരത്തെ എഴുതിയിരുന്നു. അച്ഛൻ ഇടയ്ക്കൊന്നും മിണ്ടാൻ, അത്യാവശ്യം കാർഡ്സ് കളിക്കാൻ. ആ, അത് നന്നായി. അപ്പോ നേരം കളയാതെ നമുക്ക് ഇറങ്ങാം. ആ അമ്മേ,
ഞാൻ ഡോക്ടറുടെ വീട് വരെ ഒന്ന്. ആ അമ്മയ്ക്കാകെ പരിഭ്രമ. പെട്ടി പാക്ക് ചെയ്യുന്നു, പിന്നെ അത് വാരി വലിച്ചിടുന്നു. ഇനി ഫ്ലൈറ്റ് കയറും വരെ ഇതുണ്ടാവും. അതെ, അതങ്ങനെയാ. യഥാർത്ഥ സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോഴല്ല, അതിനു മുമ്പാ പേടി. എന്താ ഇത്? അറിയില്ലേ, 5 വയസ്സ് വരെ ഗോവിന്ദന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു ഇവൾ. ശരിയാ. ഈ കൂട്ടുകാരി ഇല്ലെങ്കിൽ അവൻ ഉണ്ണില്ല, ഉറങ്ങില്ല, എപ്പോഴും കൂടെ വേണമായിരുന്നു. പ്രായമായപ്പോ വഴിയിൽ ഉപേക്ഷിച്ചു അല്ലേ? ഇപ്പൊ എന്തിനാ ഈ പഴയ സാധനമൊക്കെ തപ്പിയെടുത്തേ? പഴക്കം പിടിച്ച വസ്തു, പുരാവസ്തു. പഴയ വസ്തുക്കൾ സംരക്ഷിക്കുക, താലോലിക്കുക, അതൊക്കെ ഒരു സുഖമാ. ഞാനും പഴകിയ വസ്തുവാ. എന്താ ഈ പറയണേ? വാർദ്ധക്യം, രണ്ടാമത്തെ കുട്ടിക്കാലം, താലോലിക്കപ്പെടേണ്ട സമയം. ഇതിനെ ചവറ്റുകൊട്ടയെ കളയാതെ ഇത്രയും നാൾ സൂക്ഷിച്ചല്ലോ. നീ പോകുമ്പോ ഇതും കൊണ്ടുപോകണം. ഗോവിന്ദന്റെ മോന് കൊടുക്കണം. അവനും അവന്റെ അപ്പൂപ്പനെ ഒന്ന് കണ്ടോട്ടെ. ഗോവിന്ദനുണ്ടായ ദിവസം ഈ മാവും വെച്ച് ഗോവിന്ദൻ അകന്നകന്നു പോയി. ഇപ്പോ അമ്മയും പോകുന്നു. പക്ഷേ ഇവൻ പോവില്ല. ഓ, ആഹാ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവന്റെ ജീവൻ ഊറ്റിക്കുടിച്ച് വളരുക. വളരണം, നന്നാവണം. ഇതൊക്കെ എന്തിനാ? കൊണ്ടുപോകാനാ? കൊണ്ടുപോകാനല്ല, ഒന്ന് അടുക്കി പറക്കി വെക്കുക. അച്ഛൻ അറിയില്ല ഇതൊക്കെ എവിടെയാ വെച്ചിരിക്കണേന്ന്. ഇതേവരെ ഒരു ഷർട്ടും മുണ്ടും പോലും തനിയെ വാങ്ങിയിട്ടില്ല. ചെരുപ്പും കൂടി ഞാനാ മേടിക്കാറ്. അതൊക്കെ അമ്മ ഇങ്ങനെ സദാ ഓരോന്ന് ചെയ്തു കൊടുത്തിട്ടാ, തന്നെത്താൻ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ഞാനുണ്ടല്ലോ. എന്റെ കാര്യം ഒന്നും ഞാനും ശ്രദ്ധിക്കാറില്ല. ഒക്കെ അറിഞ്ഞു ചെയ്യണത് അച്ഛനാ. അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരുടെ കാര്യം ആരും ശ്രദ്ധിക്കാറില്ല. അതിപ്പോ അച്ഛനായാലും അമ്മയായാലും ആരായാലും സ്വന്തം കാര്യം തന്നെ നോക്കാൻ സമയമില്ല. അപ്പോഴാ. ഗോവിന്ദ, സമയം കുറെയായി. അമ്മയോട് രാത്രി ഉറക്കമൊഴിക്കണമെന്ന് പറയും. അല്ലെങ്കിൽ തന്നെ ഉറക്കമൊഴിച്ച തലയൊറ്റണ പ്രകൃതമാണ്. ഇതൊക്കെ പറയണോ? വേണം.
അമ്മയ്ക്കറിയില്ല. എന്നാ ഇനി നാളെ ആവാം. എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം? ആരിൽ നിന്ന്? ആര്? പലപ്പോഴും അച്ഛൻ എന്നെ അവോയ്ഡ് ചെയ്യും പോലെ തോന്നുന്നു. അവോയ്ഡ്, ഒഴിവാക്കുക, അവഗണിക്കുക എന്നൊക്കെ പറയാനല്ലേ? അതിന് അത് എനിക്കല്ലേ തോന്നുന്നുണ്ട്. അമ്മയെ കൊണ്ടുപോകുന്നതിൽ അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ പോവില്ല. പക്ഷേ നിന്റെ കുഞ്ഞിനെ കാണാനുള്ള അമ്മയുടെ ആഗ്രഹം, താല്പര്യം, അതൊന്നും ഞാൻ തടയില്ല. അമ്മയോടൊപ്പം അമേരിക്കയിലേക്ക് എന്റെ മനസ്സുണ്ട്. ഇത് അച്ഛന് വേണ്ടി വാങ്ങിയതാ. എനിക്കെന്തിനാ ഇനി ഇതൊക്കെ? ഉള്ളതുകൂടി വേണ്ടാന്ന് വെക്കാം. അതാ തീരുമാനം. ഒന്നും കേൾക്കാത്ത അവസ്ഥ. ഗോവിന്ദ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്ക് വേണ്ടി നീ അത് ചെയ്യൂ. എന്തായാലും അച്ഛൻ പറഞ്ഞോളൂ. അമ്മയെ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് തരണം. വരൂ, കിടക്കാം. കഷായം ലേഹ്യം ഒക്കെ എടുത്തു വെച്ചു അല്ലേ? അതല്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇതൊക്കെ നേരത്തും കാലത്തും എടുത്തു വെച്ചില്ലെങ്കിലേ ഒടുക്കാവുമ്പോ എല്ലാം മറക്കും.
എന്താ? ഞാൻ റെഡ് ക്രോസിൽ നിന്നാ. ആരാ ഗോവിന്ദ് ശങ്കർ? ആ, എന്റെ മോനാ കമലം. മോനെ ഒന്നിങ്ങ് വിളിക്കൂ. കുട്ടി കേറിയിരുന്നോളൂ. ഞാൻ റെഡ് ക്രോസിൽ നിന്നാ. യെസ്, ഗ്രേസി. അതെ. ഇതാണ് അച്ഛൻ, ബാരിസ്റ്റർ ശങ്കരൻ നമ്പ്യാർ. അച്ഛനൊരു സഹായത്തിന് ആൻഡോ പറഞ്ഞേച്ച ഹോം നേഴ്സാ. ആ, അമ്മേ, ഈ കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാനുണ്ടോ? അച്ഛന്റെ എന്തെങ്കിലും ഇഷ്ടാനിഷ്ടം? ഇഷ്ടാനിഷ്ടം ഇല്ല, ഒക്കെ ഇഷ്ടമാ. അനിഷ്ടം ഒന്നുമില്ല. ആ അമ്മേ, ആ. ഈ കുട്ടിക്ക് വേണ്ട സൗകര്യം എവിടെയാന്ന് വെച്ചാ അതൊക്കെ ഞാൻ ചെയ്തോളാം മോനെ. ആ. നീ എന്തോ അത്യാവശ്യമായി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാ പറയേ. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ. അതാണോ ഇത്ര വലിയ കാര്യം? അതല്ല, അമ്മയെ കൊണ്ടുപോകുന്നതില് അച്ഛൻ നല്ല വിഷമമുണ്ട്. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി അല്പം വിഷമമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പതിയെ മാറിക്കൊള്ളും. അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഗ്രേസി വന്നിട്ടുണ്ടല്ലോ. ഹും, ഗ്രേസി വന്നതും അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ പാരന്റ്സിന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കി നിന്നാലേ നമ്മുടെ കാര്യമൊന്നും നടക്കാതെ വരും. ഓൾഡ് ജനറേഷൻ ആവുമ്പോ പല കാര്യങ്ങളും പിടിവാശി കാണും. അതൊക്കെ വകവെച്ചു കൊടുക്കാൻ നിന്നാ അതല്ല ആൻഡോ കാര്യം. അച്ഛൻ അമ്മയോട് പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അമ്മ വരില്ല. നിനക്കും അറിയാമല്ലോ. എന്നിട്ടും അച്ഛൻ എന്താണ് പറയാത്തതെന്ന്. നിന്നോടുള്ള വാത്സല്യം, പിന്നെ നിന്റെ കാര്യത്തിലുള്ള താല്പര്യവും. അപ്പോ ഞാനത് തിരിച്ചു കാണിക്കാത്ത ശരിയാണോ? തർക്കിക്കാൻ ഞാനില്ല. ഒരു കാര്യം ഓർക്കണം, രേണുവിന്റെ ഡെലിവറി അതാണ് പ്രധാനം. അത് നമ്മുടെ നാട്ടിലൊക്കെ വെച്ചായാൽ അത് സത്യ. അമേരിക്കയിലാവുമ്പോ അതിലൊരു ടെൻഷനും വേണ്ട. പക്ഷേ അമ്മ അവിടെ ഉണ്ടാവുമ്പോ അതൊരു സഹായ. സ്വന്തം മോളുടെ കാര്യമാണെങ്കിലും രേണുവിന്റെ അമ്മയെ ഇതിനൊന്നും നിനക്ക് കിട്ടത്തില്ല. അവർക്ക് അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസും ക്ലബും ഒക്കെ ഇട്ടേച്ച് വരാൻ പറ്റുമോ? അവിടെ നിനക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ അമ്മയെ തന്നെ കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്. അത് തന്നെ എന്റെ ശരി. ആവശ്യമില്ലാത്ത ചിന്തിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ട. നീ വണ്ടി എടുക്ക്. ആ, ത്തേക്കുള്ള മിക്ക വിമാനവും പാതിരായ്ക്ക. യെസ് യെസ്. ദൂരമേറും തോറും ഇരുട്ടേറിയേറി വരും. സാറെന്തോ അർത്ഥം വെച്ച്? ഒരർത്ഥവുമില്ല. ഒന്നിനുമില്ല. ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. ഇന്ന് എച്ചിലലയിൽ വേണ്ട, ഒരല തനിക്ക് എന്റെ അടുത്ത്. വേണ്ട, നമുക്ക് ഒരുമിച്ച്. അച്ഛൻ വിഷമിക്കണ്ട. 3 മാസത്തേക്കല്ലേ ഉള്ളൂ. 3 ദിവസം പോലെ അങ്ങ് പോകും. അപ്പോഴേക്കും അമ്മ ഇങ്ങെത്തില്ലേ? അതെ, 3-ാം പക്കം. മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക്. അതോ ഗോവിന്ദ, സമയം വൈകി. ഇനിയെങ്കിലും പുറപ്പെടാൻ നോക്ക്. അമ്മേ, ഓ, രാസ്നാദി മറന്നു. അതും ഓ കൂടി. അതിന്റെ ഒന്നും ആവശ്യമില്ല. നേരം വൈകി. വേഗം ഇറങ്ങ. ഗ്രേസി, അച്ഛനെവിടെ?
വിളിക്കൂ. അവരിറങ്ങാറായി സർ, അവരിറങ്ങാറായി. 40 കൊല്ലം ഒരു നിമിഷം പോലെ. ഇപ്പോ മനസ്സ് കൈവിടുമ്പോ ശരീരം അഗ്നിയിലെരിയുന്ന പോലെ അനവധി ഉയരത്തിൽ, കാണാനും പറ്റാത്ത ഉയരങ്ങളിലേക്ക് അർദ്ധനാരീശ്വരൻ എങ്ങനെ സർ, എല്ലാവരും കാത്തിരിക്കുക. അമ്മേ, ഇനി വൈകിക്കണ്ട. ഇപ്പൊ പുറപ്പെട്ടാലും നേരത്തെ എത്താൻ പറ്റൂ. ഉവ്വോ. കമലം, ആ കസ്തൂരാതി എടുത്തുവോ? അമ്മേ, എന്താ ഇത്? ഒന്ന് വേഗം. മോനെ, ദാ ഇപ്പൊ വരാം. അച്ഛൻ ഇതിനിടയ്ക്ക് എവിടെ പോയി? ഞാൻ ഇവിടെ എവിടൊക്കെ തിരക്കി. വിഷമിക്കണ്ട, അമ്മ ഉടനെ ഇങ്ങ് വരില്ലേ? വിഷമമൊന്നുമില്ല. കൈനീട്ടം. എന്നാ ഇനി ഇറങ്ങാം. വന്നേ, വാ. അമ്മേ, വരൂ, സമയായി. അമ്മ കയറിക്കോളൂ. യാത്ര പറച്ചിൽ വിഷമാവും. ഗോപി, ഇവിടുത്തെ ഒരു 3-4 മണിക്കൂർ യാത്രയുള്ളതാ. ഇപ്പൊ പുറപ്പെട്ടാൽ അവിടെ ചെന്ന് ഫ്രഷ് ആകാൻ സമയം കിട്ടും. നീ കയറ.
ഹലോ ആ പറയൂ. അമ്മേ എവിടെയാ എടുത്തു വെച്ചത്? നീ നോക്ക്, അതിലുണ്ടാവും. എനിക്ക് ഓർമ്മ വരണില്ല. ആ ദാ കിട്ടി. അമ്മ എവിടെ ഇരിക്കേ, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് പോരാ. എന്താണ് വിളിക്കേണ്ടത്? 40 കൊല്ലം മുമ്പാണ്. പിന്നെ ഇതേവരെ സുഭദ്ര എന്ന് വിളിച്ചിട്ടില്ല. ഇനി സുഭദ്ര, ഞാൻ അങ്ങനെ വിളിക്കട്ടെ? സുഭദ്രേ, മരുന്ന് മറക്കരുത്. സമയവും കുറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണം. ഈ കുറിപ്പ് കാണുമ്പോൾ ആയിരക്കണക്കിന് നാഴിക അകലെയാവും. അവിടെ ആർക്കറിയാം? സുഖാവട്ടെ. ഒന്നുകൂടി, എന്താണ് ആ മത്സ്യത്തിന്റെ പേര്? പെണ്ണിന്റെ ചീളയിൽ തലയൊലിപ്പിച്ച അടുത്ത ജന്മമുണ്ടെങ്കിൽ വരൂ. മോനെ, അച്ഛൻ എന്താ? ധൃതിക്കിടയില് കൈനീട്ട് വാങ്ങാൻ കൂടി മറന്നു. അത് സാരമില്ല, അച്ഛൻ അതൊക്കെ മനസ്സിലാവും. അമ്മ എണീക്ക്, വാപ്പോ. അവിടുന്ന് ഇങ്ങനെ മനസ്സ് നീട്ടണ്ട. കുറച്ചു ദിവസത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ഗോപിക്കുഞ്ഞിന് വേണ്ടി ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. അതന്ന് സഹിക്കണം. അത് അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ഗ്രേസി, അവിടത്തേക്ക് എന്തോ വല്ലാത്ത പ്രയാസമുണ്ട്. എനിക്ക് പേടി തോന്നുന്നു. എനിക്കും. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഒരു വിധത്തിൽ ഞാൻ മുറി കൊണ്ടാക്കി. രാവിലെ നോക്കുമ്പോ മുറ്റത്തോടെ ഇറങ്ങി നടക്കുന്നു. കാപ്പി ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി. അതാ ഞാൻ നേരത്തെ വന്നത്. എനിക്കറിയാം ഇവിടുത്തെ കാര്യം. ഒരു നേരം പോലും പിരിഞ്ഞിരിക്കാത്തവരാ ഇപ്പോ. കാണുമ്പോ ശരിക്കും വിഷമം തോന്നുന്നു. ആ, ഇന്ന് തന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അത് പതിവുള്ളതാ.
അമ്മ തെറ്റിക്കാറില്ല. ഞാൻ കാപ്പ് എടുത്തിട്ട് വരാം. സർ കാപ്പി. സർ കാപ്പി. കമലമ്മ പറഞ്ഞു ഇന്ന് ഹോസ്പിറ്റലിൽ പോണ്ട ദിവസമാണെന്ന്. അമ്മയെ ഓർത്ത് എത്ര വിഷമിക്കണോ? ഓർമ്മ അതുണ്ട്, വിഷമം ഇല്ല. എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ടാ. അതേ പറ്റൂ, അമ്മയ്ക്കും അതേ പറ്റൂ. എനിക്കറിയാം അമ്മ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? നമുക്ക് അകത്തേക്ക് പോവാം. കുളിക്കണം, ഭക്ഷണം കഴിക്കണം, മരുന്ന് കഴിക്കണം. വരാം. വരൂന്നേ. ദിവസം 4 കഴിഞ്ഞു. 40 കൊല്ലം പിന്നിട്ടതിന്റെ കിടപ്പ. ഇത്രയായിട്ടും ഒന്ന് വിളിക്കാത്തെന്താ? വിളിക്കും, എത്തിക്കാനേ ഉള്ളൂ. തിരക്കുണ്ടാവും. തിരക്ക് അത് നല്ലതാ. അവിടേക്കൊന്ന്. സാറിന് ഇഷ്ടമാണെങ്കിൽ. ആ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ സർ. ദൂരമേറിയതുണ്ടാവും. ഇന്ന് എന്തായാലും അമ്മ വിളിക്കാതിരിക്കില്ല. നമുക്ക് ഇറങ്ങാം. ശരി സാർ. ഇന്നിനി ഡോക്ടറെ കാണണ്ട. സർ, കുട്ടിക്ക് കാറ്റ്സ് അറിയോ? നോ. ഇരിക്കൂ, ഞാൻ
ഞാൻ പഠിപ്പിക്കാം. കുട്ടി, കുട്ടിയോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? Who asked for your service? ഗോവിന്ദ് ശങ്കർ. ഓ ഓ ഓ, ഞാനത് മറന്നു. Nice son. സർ, മരുന്ന്. മരുന്നു? അറിയില്ല. ഇത്രയും കാലം ഞാനൊന്നും അറിഞ്ഞില്ല. ഒരു രോഗം പോലും. ഭക്ഷണം വിളമ്പട്ടെ? എനിക്ക് വിളമ്പാൻ വരട്ടെ. അമ്മയോട് ചോദിക്കൂ. അമ്മയോടോ? വേണം. എന്റെ പേഴ്സണൽ ഒന്നും എനിക്കറിയില്ല. മരുന്നും വേണം, ചോറിനളവുമുണ്ട്. അതൊക്കെ സാർ എന്തൊക്കെയായി പറയുന്നത്? പോയിക്കൊള്ളു. സാറ് ശ്രദ്ധിക്കണം. ബോഡി കുറച്ച് വീക്കാ. പിന്നെ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, അമ്മയ്ക്കറിയാം. അമ്മ? യെസ്, മൈ വൈഫ്. അവക്കറിയാം. ഞാനത് ശ്രദ്ധിക്കാറില്ല. അതൊക്കെ അമ്മ. സ്വന്തം വേദന പോലും. വണ്ടർഫുൾ. അതെ ഡോക്ടർ, അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കാറുമില്ല, പറയാറുമില്ല. ഒന്നുമില്ല. മൂത്രം ഒഴിക്കാൻ കൂടി മറക്കുന്ന ഒരു ബാരിസ്റ്ററെ പറ്റി ഓർത്തതാ. ആ മണ്ടം ബാരിസ്റ്റർക്ക് എല്ലാത്തിനും ഭാര്യ വേണം. ചിലപ്പോ ഓഫീസിലേക്ക് ഫോൺ വരും. അസിസ്റ്റൻസിനോട് ചോദിക്കും, സാറ് മൂത്രം ഒഴിച്ചോന്ന്. അന്ന് ഓഫീസിൽ അതൊരു തമാശയായിരിക്കും. No, I will celebrate my life. നമുക്ക് ഇറങ്ങാം സർ. കുറച്ച് നടക്കാം, അല്പം റിലാക്സ് ചെയ്യാൻ. അത് വളരെ നല്ലതാ. ലൈറ്റ് ഇടട്ടെ? വേണ്ട, പ്രകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പവർ കട്ട്. ഇല്ല സർ. അതെ, പവർ കട്ട് ചെയ്തു. സർ, രാത്രി ഭക്ഷണം 8 മണിക്ക്. സമയം അതവൾ നിശ്ചയിക്കുന്നതാ. ഞാൻ ഒരിക്കലും സമയം നോക്കിയിട്ടില്ല, തെറ്റിയിട്ടുമില്ല. ഇപ്പോ സാറിനും കൂടെ പോകായിരുന്നു. ഇല്ല, ചില യാത്ര ഒറ്റയ്ക്ക് തന്നെ വേണ്ടിവരും. ഒരാൾക്കും കൂട്ടുപോകാൻ പറ്റാത്ത യാത്രയാവും ഒരുപക്ഷെ. പ്രണയാവതാരവും സ്നേഹസ്വരൂപവുമായ ആ മത്സ്യത്തിന് മാത്രം. മത്സ്യം? സർ,
എന്തിനാ? ഹോസ്പിറ്റലിലോ? എന്ത് പറ്റി? എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ എന്തു പറ്റി? അമ്മ ഒന്ന് വീണെന്ന് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈശ്വര, ഒരു മനസ്സമാധാനമില്ലല്ലോ. വിഷമിക്കാനൊന്നുമില്ലെന്നേ, എന്തേലും ചെറിയ പ്രശ്നമേ കാണൂ. ആ, ചെറിയ പ്രശ്നം. ഒക്കെ ചെറിയ പ്രശ്നമാ. കാണാൻ തിടുക്കമായി അല്ലേ എനിക്ക്? നദി അതിന്റെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് സമുദ്രത്തിലേക്ക് ഒഴുകുന്ന പോലെ ആ സ്നേഹത്തിന്റെ കോവിലിൽ എത്തിച്ചേരാൻ ഞാനും. സുഭദ്രേ, ഒറ്റപ്പെട്ട യാത്രാപഥങ്ങൾ നമുക്കില്ല. ഇന്ന് സ്വർഗവാതിൽ ഏകാദശി, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ദിവസം. അവിടുന്നുള്ള വിളികൾ കേൾക്കാൻ വയ്യാത്ത വിധം നമ്മൾ അകലത്തല്ല. ആ ശബ്ദം കേൾക്കുമ്പോൾ വേദനയും ഭീതിയുമില്ല, ആവേശം മാത്രം. സുഭദ്രേ, രണ്ടാളും പരസ്പരം നമ്മുടെ മരണം കണ്ട് ഒരിറ്റു കണ്ണീർ പോലും പൊഴിക്കാതെ ഒരുമിച്ച് ആ മത്സ്യത്തെ പോലെ. ഭാഗ്യമാ ഈ ജീവിതം, നമ്മുടെ ജന്മം സഫലം.
അതെ. അമ്മ ഞാൻ കൂടെ ഒന്ന് വരട്ടെ. ഞാൻ പറയുന്ന കേൾക്കൂ. സുഭദ്രേ, ഞാൻ കൂടെ ഉണ്ടെന്ന്. ഞാനും വരുന്നു.